എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രേക്ഷകരെ, നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 71ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ബഹുമാനപുസ്തരം ഹാർദമായി ഊഷ്മളമായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. സമയം പങ്കുവെച്ചിടുവാൻ എനിക്ക് തുണയാകണേ. കർമ്മമൊക്കെ കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് സെൻറ്റൻസിനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. പക്ഷെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിക്കാമെന്ന് കരുതിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ശ്രമിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസിനെ കുറിച്ച് പഠിക്കുന്നത്. അതത്ര ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചില വാചകങ്ങൾ ഒന്നുകൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. അവൻ എന്തു പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. ആ വാചകം നിങ്ങൾക്ക് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയും അല്ലേ? അതെങ്കിലും അതൊന്നും നമുക്ക് ഇവിടെ എഴുതാം. കാരണം നമ്മൾ വളരെയധികം പ്രയോഗിക്കുന്ന ഒരു വാചകമാണത്. കാരണം പ്രത്യേകിച്ചും സ്പോക്കൺ ഇംഗ്ലീഷിൽ. അതുകൊണ്ട് അതൊന്നും കൂടി നമുക്ക് പഠിക്കാം. ഇപ്പം നോക്കുക, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എന്തറിയില്ല? വാട്ട് ഹീ സെഡ്, അവരെന്ത് പറഞ്ഞു എന്നത് എനിക്കറിയില്ല. ആ ചുവന്ന ബ്രാക്കറ്റുള്ളത് എന്താണ്? ഓബ്ജക്റ്റാണ്. എന്തറിഞ്ഞില്ല ഉത്തരവാണ്. അപ്പോൾ അത് മുഴുവൻ ഓബ്ജക്റ്റാണെന്ന് അറിയാം. അവൻ എന്ത് പറഞ്ഞു എന്നത് എനിക്കറിയില്ല. അതാണ് അതിലെ ഓബ്ജക്റ്റ്. മലയാളത്തിൽ ഇംഗ്ലീഷിൽ അത് ശരിയാണത്. ഈ ബ്രാക്കറ്റിലാണ് തർജ്ജമയാണ് ഈ ബ്രാക്കറ്റിലുള്ളത്. അത് നിങ്ങൾക്ക് എഴുതാനറിയാം. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഒരു വാചകം.
അവൻ പറഞ്ഞത് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എനിക്ക് പറഞ്ഞത് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, അങ്ങനെയൊക്കെ പറയുന്ന വാചകങ്ങളില്ലേ. അപ്പൊ എങ്ങനെയാ എഴുതുക? അവൻ പറഞ്ഞത്, അത് എങ്ങനെയാ എഴുതുക? എനിക്കറിയില്ല, അവൻ പറഞ്ഞത് എനിക്കറിയില്ല. ആ വാചകം എങ്ങനെയാ എഴുതുക? അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ അവൻ ചെയ്തത് എനിക്കറിയില്ല, അവൻ കണ്ടത് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഇതിലെന്തല്ല, അവൻ ചെയ്തത്, അവൻ പറഞ്ഞത് എനിക്കറിയില്ല. അങ്ങനത്തെ അങ്ങനത്തെ മലയാള വാചകം ഇംഗ്ലീഷിലാക്കാൻ പറ്റില്ല. അതിങ്ങനെ കൺവെർട്ട് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞതാണ്, അവൻ എന്ത് പറഞ്ഞു എന്നത്, അതാണ് അവൻ പറഞ്ഞത് വെച്ചാൽ എന്തവൻ പറഞ്ഞ അത് എന്നത് നമ്മൾ പറയും. എന്തവൻ പറഞ്ഞു എന്നത് എന്ന് വെച്ചാൽ അവൻ പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞത് എനിക്കറിയില്ല എന്നുള്ളത് ഇംഗ്ലീഷിലാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പറയാം, എന്ത് പറഞ്ഞു അത് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു എന്നത് എനിക്കറിയില്ല, അത് ഇംഗ്ലീഷിലാക്കാൻ പറ്റുള്ളൂ. ആ അപ്പം അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇത് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ കണ്ടത് എനിക്കറിയില്ല വെച്ചാൽ എന്തവൻ കണ്ടു അത് എനിക്കറിയില്ല, അതായത് എന്ത് കണ്ടു എന്നത് എനിക്കറിയില്ല. അങ്ങനെ ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഞാൻ ഈ വാചകം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ പറഞ്ഞത് എന്നോട് ഉള്ളത് നമ്മൾ ഇംഗ്ലീഷിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതെൻ്റെ അങ്ങനെ ആക്കാൻ പറ്റില്ല, അത് ഇങ്ങനെയാക്കി മാറ്റാം. അവൻ എന്ത് പറഞ്ഞു എന്നത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു അത്, അതിന് ഇംഗ്ലീഷ് എന്താ? വാട്ട് ഹീ സെഡ്. അപ്പോൾ ഈ വാചകത്തിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് അങ്ങനെ തന്നെ ഇംഗ്ലീഷിലേക്ക് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാക്കിയ ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞത് എനിക്കറിയില്ല എന്നുള്ളത്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇത് തന്നെയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഹീ സെഡ്. അവൻ പറഞ്ഞത് എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എടുക്കാം, ഈ അർത്ഥത്തിലും അവൻ പറഞ്ഞത് എന്നർത്ഥത്തിലും എടുക്കാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവൻ കണ്ടതെന്നുള്ളതിന് പറയാ, അവൻ കണ്ടത് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഹി സോ. അവൻ ചെയ്തത് എനിക്കറിയില്ല, അപ്പോൾ എന്താ പറയുക? ഐ ഡോണ്ട് നോ വാട്ട് ഹി ഡിഡ്. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. മനസ്സിലായ? അത് ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഇപ്പൊ നോക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അതെങ്ങനെ ഇംഗ്ലീഷിലാക്കുക? നമുക്കത് നോക്കാം. അപ്പൊ നോക്കുക, എന്ത് ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല, എന്ത് ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല എന്ന വാചകം നമുക്ക് ഇംഗ്ലീഷിലാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ എനിക്കറിയില്ല, അതിന് ഇംഗ്ലീഷ് അറിയാം, ഐ ഡോണ്ട് നോ. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? എന്താണ്? എനിക്കറിയില്ല എന്ത്, അത് ഓബ്ജക്റ്റാണ്. എന്താണ് ഓബ്ജക്റ്റ്? എന്ത് ഞാൻ പറയണമെന്ന്, അത് മുഴുവനാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതുകൊണ്ട് അത് മുഴുവൻ ഓബ്ജക്റ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഞാൻ പറയണം എന്ന വാക്ക് നിങ്ങൾക്കറിയാം. ഐ ഷുഡ് സേ. ഐ ഷുഡ് സേ എന്ന് ഞാൻ പറയണം. അതിൻ്റെ കൂടെ വാട്ട് ചേർത്ത് എന്താ അർത്ഥം വരിക? എന്ത് ഞാൻ പറയണം എന്ന്, അല്ലെങ്കിൽ എന്നത് അല്ലേ? എനിക്കറിയില്ല. ശരിയായില്ലേ? അതാണ് ഇത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല, അങ്ങനെ എന്തായിരിക്കും പറയാ? ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് സേ മാറ്റി ഡു വയ്ക്കുക. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ഡു. എന്ത് എഴുതണമെന്ന് എനിക്കറിയില്ലേ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് റൈറ്റ്. ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല, അങ്ങനെ വരിക. അപ്പോൾ ഐ ഡോണ്ട് നോ അറിയില്ല. എന്ത്? ഹൗ ഐ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. അവിടെ ഇത് മാറ്റി ഹൗവും വയ്ക്കാം, അങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളിത് ഞാനൊരു ഇത് മനസ്സിലാക്കാൻ പറഞ്ഞതുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതൊക്കെ വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയാ. എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന്
അല്ലേ? അപ്പോൾ ഓബ്ജക്റ്റ് എന്താ? എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. അപ്പോൾ നമുക്ക് എന്താ പറയാം, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അതെങ്ങനെ പറയാം? ഐ ഷുഡ് ലേൺ ഇംഗ്ലീഷ്. ഐ ഷുഡ് ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വൈ വെച്ചെന്തർത്ഥം? വൈ എന്തുകൊണ്ട് എന്ന്, അല്ലേ? അപ്പോൾ വൈ ഐ ഷുഡ് ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ എന്താർത്ഥം? എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. അതിന് മുമ്പിൽ ഐ ഡോണ്ട് ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല. എന്തായില്ലേ? ജസ്റ്റ് ഒന്ന് എനിക്ക് അടിക്കാം. ഓക്കെ, നോക്കുക. എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയില്ല, ഐ ഡോണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഓബ്ജക്റ്റാണ് അറിയേണ്ടത്. എന്താ അറിയാത്തെന്നുള്ളത് ഓബ്ജക്റ്റ് അറിയാം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിന് ഇംഗ്ലീഷ് അറിയാം. ഐ ഷുഡ് ലേൺ ഇംഗ്ലീഷ്. അതിൻ്റെ മുകളിൽ വൈ വയ്ക്കുമ്പോൾ വൈയുടെ അർത്ഥം എന്ത്, പിന്നെ ലാസ്റ്റ് എന്ത് ചേർക്കും, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് വൈ ഇവിടെ വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആയി. അപ്പോൾ ചതുരം ബ്രാക്കറ്റിലുള്ള ഭാഗം എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്നതുള്ളതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായ ഓബ്ജക്റ്റാണ്. ഇത് ഓബ്ജക്റ്റാണ് മലയാളത്തിൽ, ഇതിവിടെ ഓബ്ജക്റ്റാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു. ഇനി നമുക്ക് അറിയാം, ഞാൻ ഒരെണ്ണം എഴുതാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ സേ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഡു വെച്ചാൽ എന്തായിരിക്കും നമ്മൾ അതിൻ്റെ അർത്ഥം പറയുക? ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ഡു, അല്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ അർത്ഥം. ഇനി അത് മാറ്റി ആ ഡു മാറ്റി ഈറ്റ് വെച്ചാലോ? ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ഈറ്റ്. എന്ത് തിന്നണമെന്ന്, ഞാൻ എന്ത് തിന്നണമെന്ന്, അല്ലെങ്കിൽ എനിക്കെന്ത് തിന്നണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറേ വാചകങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി പഠിക്കാം. ഇനി നമുക്ക് ഇൻഫിനിറ്റി എന്താണെന്നറിയാം, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരെ ഇൻഫിനിറ്റി വെച്ചും ഇതേ അർത്ഥത്തിൽ നമുക്ക് ഈ വാചകം മാറ്റി എഴുതാം. അപ്പോൾ അത് ഇത് ക്ലോസ് ആണെങ്കിൽ, ഇതെന്ത് ക്ലോസ്, ഡൗൺ ക്ലോസ് ആണെങ്കിൽ അത് ഡൗൺ ക്ലോസ് അല്ല, ഡൗൺ പ്രൈസ് ആയിട്ട് വരുള്ളൂ. എന്ത് കാര്യം പറക്കരുത്. ഇപ്പോൾ നോക്കുക, ഈ സേ എന്ന് പറഞ്ഞ എന്തർത്ഥം നമുക്കറിയാം, അല്ലേ? പറയുക. ടു സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ അപ്പോൾ നമുക്ക് സേ എന്ന വാക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, പറയുക. എന്താ അറിയാം? അപ്പോൾ ടു സേ എന്ന് പറഞ്ഞ എന്തർത്ഥം? അതിൻ്റെ അർത്ഥം പറയുക, അല്ലെങ്കിൽ പറയുവാൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ടു സേ എന്ന് പറഞ്ഞ എന്തർത്ഥം? പറയുക അല്ലെങ്കിൽ പറയുവാൻ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടു സേയുടെ അർത്ഥം പറയുക എന്താണ്? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ഇൻഫിനിറ്റീവ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ വാട്ട് വെച്ചു വിചാരിക്കുക. ഇവിടെ വാട്ട് വെച്ചാൽ നിങ്ങൾ എന്തായിരിക്കും അർത്ഥം പറയുക? ഇതുവരെ പഠിച്ച യുക്തി വെച്ച് എന്താണ് വാട്ടിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞത്? എന്ത്, പിന്നെ ലാസ്റ്റ് എന്ത് പറയാം, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം. ആ വാട്ട് ടു സേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ അതിൻ്റെ അർത്ഥം പറയുക? ഇതുവരെ പഠിച്ച നിങ്ങളുടെ യുക്തി വെച്ച് പറഞ്ഞേ എന്ത് പറയുക എന്ന്, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയുവാൻ എന്ന്, അല്ലേ? അങ്ങനെയല്ലേ വരിക? അതല്ലേ യുക്തി. ആ യുക്തി നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾ പഠിച്ചു എന്നർത്ഥം. ആ യുക്തി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനാണ് ഇത്രയും 10-70 ക്ലാസ് ഞാൻ എടുത്തത്. അപ്പോൾ വാട്ട് ടു സേ എന്ന് പറഞ്ഞാൽ എന്തു പറയുക എന്ന്. എന്താർത്ഥം വരിക? അതിൻ്റെ മുമ്പിൽ എന്ത് വരും? എന്ത് പറയുക, അല്ല എന്ത് പറയുവാൻ എന്ത്. ലാസ്റ്റ് എന്ത് വരും? എന്ന്. അപ്പൊ എന്ത് പറയുവാൻ എന്ത്. വാട്ട് ടു സേ എന്ന് പറഞ്ഞ എന്ത് പറയുക എന്നോ എന്ത് പറയുവാൻ എന്നോ അർത്ഥമെടുക്കാം.
അപ്പൊ എന്തായിരിക്കും? അപ്പൊ നോക്കിയ ഐ ഡോണ്ട് നോ കൂടി ചേർത്താൽ അതിന്റെ കൂടെ ഐ ഡോണ്ട് നോ എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഐ ഡോണ്ട് നോ എന്ന് കൂടി ഇതിന്റെ മുമ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? ഐ ഡോണ്ട് നോ വാട്ട് ടു സേ എന്ന് പറഞ്ഞാൽ എന്തു പറയുക എന്ന് എനിക്കറിയില്ല, അല്ലേ? അപ്പൊ ഇത് എന്തായിരിക്കും? ഇത് ക്ലോസ് അല്ല, ഇത് നൗൺ ഫ്രേസ് ആണ്. നൗൺ ഫ്രേസ്, ഇത് നൗൺ ക്ലോസ്. ഇത് വാചകമാണ്, വാചകമല്ല. എങ്കിലും എൻ്റെ അർത്ഥം കിട്ടുണ്ടാ. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് സേ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതർത്ഥമല്ലേ? എന്ത് പറയുക എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതേ രണ്ട് ഒരേ അർത്ഥം വരുന്ന വാചകങ്ങളാണ്. എന്ത് മനസ്സിലാക്കുക? അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ള എങ്ങനെ എഴുതാം? എന്ത് ചെയ്യുക എന്ന് എനിക്കറിയില്ല, അങ്ങനെ എഴുതാമല്ലോ. അപ്പൊ എന്തായിരിക്കും വരെ? സേ മാറ്റി ഡു വയ്ക്കുക. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, എനിക്ക് എന്ത് ചെയ്യുക എന്ന് അറിയില്ല. ഇനി ഈറ്റ് വെച്ച് ഇവിടെ ഇത് മാറ്റി ഈറ്റ് വെച്ചാൽ ഐ ഡോണ്ട് നോ വാട്ട് ടു ടീച്ച്. അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം വരിക? ഐ ഡോണ്ട് നോ എന്ത് തിന്നുക എന്ന് അറിയില്ല, അതായത് എന്ത് തിന്നണമെന്ന് അറിയില്ല. ഈ വാട്ട് മാറ്റി പലതും മാറ്റിട്ടാ. ഇപ്പൊ ഈ വാട്ട് മാറ്റിയുടെ ഹൗ വെച്ചാലാ ഇത് മാറ്റി ഹൗ. ഐ ഡോണ്ട് നോ ഹൗ ടു സേ എന്നർത്ഥം എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞ ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ, പിന്നെ ലാസ്റ്റ് എന്ത്. അപ്പൊ എന്തായിരിക്കും അർത്ഥം? ഐ ഡോണ്ട് നോ ഹൗ ടു സേ എന്തായിരിക്കും? എങ്ങനെ പറയുക എന്ന് എനിക്കറിയില്ല, അല്ലേ? ചില പാട്ടുണ്ടെങ്കില് പറയുന്നത് എങ്ങനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രേമഗാനങ്ങളില്ലേ? എന്റെ പോലെ ഇതാണ് ഐ ഡോണ്ട് നോ ഹൗ ടു സേ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുക എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എപ്പോൾ പറയുക എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? എപ്പോൾ എന്നതിൽ എന്താ പറയുക? വെൻ, അല്ലേ? അപ്പൊ ഇവിടെ വെൻ വെച്ചാൽ വെൻ ടു സേ, അല്ലേ? അപ്പൊ നമുക്കിങ്ങനെ പല വാക്കുകളും മാറ്റി ഒന്ന് പഠിച്ചാൽ അങ്ങനെ വെക്കാമെന്നർത്ഥം. ഇത് നമ്മൾക്ക് ഡൗൺ ക്ലോസിന്റെ ഭാഗമല്ല, പക്ഷെ ഡൗൺ ക്ലോസിൽ എങ്ങനെ മാറ്റി ചെയ്താൽ ജസ്റ്റ് ഇതിന് സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. എന്തൊക്കെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ വേറെ ക്ലാസ് തന്നെ വെച്ച് പഠിപ്പിക്കാം, അത് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺ ക്ലോസിനെ കുറിച്ച് കുറച്ചൊക്കെ പിടികിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇത് കൂടാതെ നമുക്ക് ഈ വാട്ടൊക്കെ ഉണ്ടല്ലോ, വാട്ട്, ഹൗ, ഇതിന്റെ കൂടിയൊക്കെ അതിന്റെ മുൻപില് പ്രിപ്പോസിഷൻ ചേർത്തിട്ട്, അതായത് വിത്ത് വാട്ട്, ഇതിന്റെ കൂടെ അല്ലേ? അബൌട്ട് ഹൗ, വിത്ത് വാട്ട്, അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കും. മനസ്സിലായ? ഈ വാക്കിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഈ വാട്ടിന്റെ കൂടെ ഉദാഹരണം പറയും, വിത്ത് വാട്ട്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം എന്താണ്? വിത്ത് എന്ന് വെച്ചാൽ കൊണ്ട്, വിത്ത് വാട്ട്. അപ്പൊ എന്തായിരിക്കും വരെ? എന്തുകൊണ്ട്. അപ്പൊ എന്തുകൊണ്ട് എന്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നത് എന്ന അർത്ഥത്തില് ഇങ്ങനെ ഉപയോഗിക്കും. എബൌട്ട് ഹൗ, അപ്പൊ എബൌട്ട് ഹൗ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയാ? എബൌട്ട് ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അർത്ഥം വരിക? ഹൗ എങ്ങനെ? എബൌട്ട് പറ്റി. അപ്പോ അപ്പൊ എങ്ങനെ എന്നതിനെ പറ്റി, അങ്ങനെ എന്നതിനെ പറ്റി, അങ്ങനെ അർത്ഥം വരും. അങ്ങനെയൊക്കെ പല അർത്ഥങ്ങൾ വരും, നമുക്കറിയാം. അപ്പൊ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാചകങ്ങൾ എഴുതാം. അത് നമുക്ക് അടുത്തായിട്ട് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ് ഒരു നൗൺ ക്ലോസ് ഉണ്ടാക്കുന്ന കൺജക്ഷനായ വിച്ച്, വാട്ട്, വേറ് തുടങ്ങിയ പദങ്ങൾക്ക് മുമ്പിൽ പ്രിപ്പോസിഷൻ വെച്ചതിന് ശേഷം അവ ഇത് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ കൂടി ചേർത്ത് കൂടെ വെച്ച് എങ്ങനെയാണ് ഡൗൺ ക്ലോസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അടുത്തായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുക. ഓൺ വാട്ട്, എന്തിന്മേൽ എന്ത്, അല്ലെങ്കിൽ എന്തിന്മേൽ എന്തത്,
അതുപോലെ വിത്ത് വാട്ട്, എന്തുകൊണ്ട് എന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തത്. എബൌട്ട് വെക്കുകയാണെങ്കിൽ വാട്ടിന്റെ മുമ്പിൽ എന്തായിരിക്കും വരിക? എന്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ പറ്റി എന്ന് അല്ലെങ്കിൽ എന്നത്. അവർ ഫ്രം വേർ എന്തായിരിക്കും? വേർ എവിടെ? അപ്പൊ ഫ്രം വേർ എന്തായിരിക്കും? എവിടെ നിന്ന് എന്ന് അല്ലെങ്കിൽ എന്തത്. അതൊക്കെ പറയാനായിട്ട് പറയാല്ലേ? ഓക്കെ, അങ്ങനെ വേണം. വെരി ഗുഡ്. ഇനി നമുക്കൊരു വാചകത്തിൽ അങ്ങനെ വരുന്നതായിരിക്കുക. അപ്പൊ എന്തായിരിക്കും? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഓൺ വാട്ട് ഷീസ് റൈറ്റിംഗ്, എന്തിന്മേൽ അവൾ എഴുതുകയാണ് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഓൺ വാട്ട് ഷീസ് റൈറ്റിംഗ്. ഷീസ് റൈറ്റിംഗ് എന്താർത്ഥം? അവൾ എഴുതുകയാണ്. അപ്പോൾ ഓൺ വാട്ട്, എന്തിന്മേൽ എഴുതുകയാണ് എന്ന്, എന്തിന്മേൽ അവൾ എഴുതുകയാണ് എന്ന് അല്ലെങ്കിൽ എന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അത് ഐ ഡോണ്ട് മുമ്പിൽ. ഇതിൻ്റെ ഓബ്ജക്റ്റാണ് ഓൺ വാട്ട് ഷീസ് റൈറ്റിംഗ്. ഐ ഡോണ്ട് നോ ഫ്രം വേർ ഷീസ് കമ്മിങ്. അവൾ എവിടെ നിന്ന് വരുന്നത് എനിക്ക് അറിയില്ല, അല്ലേ? ഫ്രം വേർ, എവിടെ നിന്ന് വരികയാണ് എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ സാധാരണ നൗൺ ക്ലോസ് ആകുമ്പോൾ ഈ ഓൺ സാധാരണ ഇവിടെ കൊണ്ടുവയ്ക്കാറ്. എവിടെ വയ്ക്കും? ഈ ലാസ്റ്റ്. ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് എവിടെ വയ്ക്കും? ഓൺ എന്നുള്ളത് ലാസ്റ്റ് കൊണ്ടുവയ്ക്കും. റൈറ്റിംഗ് ഓൺ ഓർ കമ്മിങ്. മനസ്സിലായ? അപ്പോൾ ശരിക്കും വാചകം, അപ്പോൾ അതാണ് ശരിക്കും നൗൺ ക്ലോസ് ആകുമ്പോൾ ഈ ഇതിൻ്റെ ഓൺ ഇതിൻ്റെ കൂടെയാണെങ്കിലും അവിടെ വെച്ചാണ് പറയുക. അതുപോലെ ഇതിൻ്റെ ഫ്രമ്പും ലാസ്റ്റ് വെച്ചാണ് പറയുക. ഐ ഡോണ്ട് നോ വാട്ട് ഷീസ് റൈറ്റിംഗ് ഓൺ. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം പറയുമ്പോഴേക്കും എന്തിന്മേൽ അവൾ എഴുതുകയാണ് എന്ന് എനിക്കറിയില്ല. ഈ ഫ്രം ഇതിൻ്റെ കൂട്ടി പറയണം. അപ്പോൾ ഐ ഡോണ്ട് നോ വേർ ഷീസ് കമ്മിങ് ഫ്രം, എവിടെ നിന്ന് അവൾ വരികയാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഈ നൗൺ ക്ലോസ് ആവുമ്പോൾ ഈ കഞ്ചക്ഷൻ്റെ കൂടെ, അതായത് നൗൺ ക്ലോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കഞ്ചക്ഷൻ ആണല്ലോ വാട്ട്, വേറൊക്കെ. അതിൻ്റെ മുമ്പിൽ വെക്കേണ്ടതാണെങ്കിലും അതൊരു അഭംഗി അസ്വാഭാവിക കണക്കായിക്കൊണ്ട് ലാസ്റ്റ് വെക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ അർത്ഥം എടുക്കുമ്പോൾ ഇത് കഞ്ചക്ഷൻ്റെ കൂടെ കൂട്ടിയെടുക്കണം എന്ന്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം നൗണിനെ കുറിച്ച് ക്ലോസിനെ കുറിച്ച് പഠിക്കേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഒരുവിധമൊക്കെ. പിന്നെ കുറച്ചുകൂടി ഇത് ഇപ്പം ഇത് പഠിച്ചിട്ടുള്ള ഇത് നൗൺ ക്ലോസ് ആക്കൽ ഉപയോഗിച്ചിട്ട് കുറച്ച് എൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് റെപ്യൂട്ടഡ് സ്പീച്ച് എന്നുള്ളത്. അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇതുവരെ പഠിച്ചത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണെങ്കിൽ ഇനി എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് അഥവാ മഹാവാക്യങ്ങൾ എന്ന് പഠിക്കാം. ഓക്കെ, എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത്? ഇതിനെക്കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ പഠിച്ചത് വളരെ ലളിതമായ സെൻറ്റൻസുകൾ അഥവാ അടിസ്ഥാന വാചകങ്ങൾ, ഇംഗ്ലീഷിൽ സിമ്പിൾ സെൻറ്റൻസുകൾ എങ്ങനെ എഴുതുമെന്നാണ് ആദ്യം പഠിച്ചത്. പിന്നെ നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസുകൾ പഠിച്ചു. കോംപ്ലക്സ് സെൻറ്റൻസ് മിനിമം 2 വാചകങ്ങൾ കൂട്ടിച്ചേർന്നതാണെന്ന് മനസ്സിലാക്കി. അതിൽ ഒരെണ്ണം സ്വതന്ത്രമായ വാചകമായിരിക്കും, തനിച്ച് നിൽക്കാൻ പ്രാപ്തിയുള്ളതായിരിക്കും. അതേസമയം അവയിലെ മറ്റു വാചകം അതിനെ തനിച്ച് നിൽക്കാൻ കഴിയില്ല, മറ്റതിൻ്റെ ഭാഗമായി നിൽക്കാനേ കഴിയൂ. ഇപ്പോൾ ചെറിയ കുട്ടികളില്ലേ, ഒക്കത്ത് എടുത്ത് നടക്കുന്ന കുട്ടികൾ, അത്തരം ഒരു കുട്ടി പിള്ളയും അതിന് തള്ളയും എങ്ങനെയാണ് പോലെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസുകൾ. പൊക്കത്ത് മുല കുടിച്ച് നടക്കുന്ന ഒരു പിള്ളയ്ക്ക് തനിച്ച് നടക്കാനോ ഒന്നും പ്രാപ്തി ഉണ്ടാവില്ല. അത് അമ്മയുടെ ഒക്കത്തിരുന്ന് സഞ്ചരിക്കാനേ ഇതിന് പറ്റുള്ളൂ, അല്ലേ? അപ്പം അമ്മയുടെ ഒരു ഭാഗം പോലെയാണ് എന്ത് പിള്ള. തള്ളയാണെങ്കിലോ അതിന് തനിച്ച് എല്ലാം ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ
ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞ ഒരു തള്ളിയും പിള്ളയും പോലെയാണത്. അത് ആശ്രയിച്ച് നിൽക്കുന്ന വാചകങ്ങൾ ഒന്നിൽ കൂടുതലാവാം എന്നർത്ഥം. അതൊക്കെ നമ്മൾ കുറേ ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ? അതിന് ഉദാഹരണം പറഞ്ഞിട്ടൊക്കെ മറ്റു ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുതലാളിയും തൊഴിലാളിയും പോലെയാണ് എന്ത് സ്വതന്ത്രവാക്യങ്ങളും അല്ലെങ്കിൽ പ്രധാനവാക്യങ്ങളും പിന്നെ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന വാചകങ്ങളും അല്ലെ? ഇംഗ്ലീഷിൽ പ്രധാനവാക്യത്തെ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ സെൻറ്റൻസ് എന്ന് പറയും. ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് എന്ന് വേറെ തരത്തിലും പറയും. എന്നാൽ ആശ്രിത വാക്യത്തെ ഡിപ്പെൻഡൻ്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ് പറയുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻ്റ് ക്ലോസുകളും ചേർന്നുണ്ടാകുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പഠിച്ചു. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്? രണ്ടോ അതിലധികമോ സ്വതന്ത്രമായിട്ടുള്ള വാചകങ്ങളെ കേവലം ഒരു കൺജങ്ഷൻ സഹായം കൂട്ടിയടക്കി നിർത്തുമ്പോൾ അതാണ് എന്ത് ഈ കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇപ്പോൾ രണ്ട് മുതലാളിമാർ ചേർന്ന് ഒരു കൂട്ട് കച്ചവടമൊക്കെ നടത്തുകയാണെങ്കിൽ രണ്ട് സ്വതന്ത്രമായിരിക്കും, അതേസമയം ഒരുമിച്ച് അത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അല്ലേ? അപ്പോൾ അവർ രണ്ടുപേരും അതേപോലെയാണ് എന്ത് ഈ കോമ്പൗണ്ട് സെൻറ്റൻസുകളിലെ വാചകങ്ങൾ ഓരോന്നും സ്വതന്ത്രമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു വാചകം മറ്റൊരു വാചകത്തിൻ്റെ ഭാഗമായിട്ടല്ല. കോംപ്ലക്സ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരു വാചകം മെയിനായിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ഭാഗമായിട്ടോ സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഓബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ അഡ്വർബായിട്ടോ ഒക്കെയാണ് മറ്റേ വാചകം ഉണ്ടാവുക. അപ്പോൾ അതിനെ തനിച്ച് നിൽക്കാൻ പറ്റില്ല, ഒരു പ്രധാന വാചകത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇതങ്ങനെയല്ല, രണ്ടിനും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയും. എന്ന് വെച്ചാൽ അതിൽ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് അഡ്വർബൊക്കെ ഓരോന്നിലുണ്ടാവും, മറ്റൊരു വാചകത്തിൻ്റെ ഭാഗമായി വരില്ല. അപ്പോൾ സ്വതന്ത്രമായ വാചകങ്ങളെ ചില കൺജങ്ഷൻസ് പറയും, ചില കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാകുന്ന കൺജങ്ഷൻ, ചില പ്രത്യേക കൺജങ്ഷനുകൾ വെച്ച് കൂട്ടി യോജിച്ച് നിർത്തുക. രണ്ടിനും സ്വതന്ത്രമായിട്ടുള്ള അർത്ഥമുണ്ട്, തനിച്ച് നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട്, വേണമെങ്കിൽ തനിച്ച് എഴുതുകയും ചെയ്യാം. അങ്ങനെയുള്ള കൺജങ്ഷനുകൾ നമ്മൾ പഠിച്ചാൽ മതി, വെറുതെ കൂട്ടി എഴുതിയാൽ മതി. അതിൽ കൺജങ്ഷനിൽ ഒരു ഉദാഹരണമാണ് ഓർ എന്ന് വെച്ചാൽ ഓറിൻ്റെ അർത്ഥം OR ഓർ, അല്ലെങ്കിൽ അത് ഓർഡർ അല്ലെങ്കിൽ എന്നാൽ. അപ്പോൾ അങ്ങനെ കുറച്ച് കൺജങ്ഷൻസ് ഉണ്ട്, അതിൻ്റെ അർത്ഥം പഠിച്ചാൽ മതി. ഇത് വെറുതെ അതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് യോജിപ്പിച്ച് എഴുതിയ സിമ്പിളാണ്. അപ്പം അത് വിശദീകരിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല അത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ക്ലാസ് ഇത് എടുത്ത് തീർക്കാം. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബട്ട് എന്നാൽ, ഓർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ, ആൻഡ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചു വരുന്ന കൺജങ്ഷനുകൾ. ഏതൊക്കെയാണ്? ബട്ട്, ഓർ, ആൻഡ്. ബട്ടിൻ്റെ അർത്ഥം എന്നാൽ, ഓറിൻ്റെ അർത്ഥം അല്ലെങ്കിൽ, ആൻഡ് അർത്ഥം ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഇതൊക്കെ മിക്കവർക്കും അറിവുള്ളതുമാണ്. അത് വിശദമായിട്ട് പഠനമൊന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ ഈ ഓർ എന്നുള്ളത് രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ രണ്ട് ഫ്രേസുകളെ അല്ലെങ്കിൽ രണ്ട് വാചകങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കും. ഉദാഹരണത്തിൽ രാജൻ അല്ലെങ്കിൽ രാമൻ, അങ്ങനെ പറഞ്ഞിരിക്കുക. രാജൻ എന്നൊരു കുട്ടിയുണ്ട്, രാമൻ എന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ രാജൻ അല്ലെങ്കിൽ രാമൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ രാജനോ രാമനോ എന്ന് പറയാൻ, രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. രാജൻ അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്നതാണ് രാമനോ അല്ലെങ്കിൽ രാജനോ അല്ലെങ്കിൽ രാമനോ എന്ന് പറയുന്ന തുല്യമാണ് രാജനോ രാമനോ. അങ്ങനെ രണ്ട് നൗണുകളെ യോജിപ്പിക്കാം. അപ്പോൾ രാജനോ രാമനോ കൃഷ്ണനോ എന്ന് അങ്ങനെ പറയാം. അല്ലെങ്കിൽ രാജൻ
അല്ലെങ്കിൽ രാമൻ, അല്ലെങ്കിൽ കൃഷ്ണൻ. അങ്ങനെ 3 നാമങ്ങളെ കൂട്ടിയോജിപ്പിക്കുക. അത് നോക്കിയ രാജൻ ഓർ രാമൻ ഓർ കൃഷ്ണൻ, അങ്ങനെയൊക്കെ 2 നാമങ്ങളെ കൂട്ടിയോജിക്കുക. അതിന് ആ 2 അഡ്ജക്റ്റീവിനെയോ 2 അഡ്വർബിനെയോ ഒക്കെ കൂട്ടിയോജിപ്പിക്കുക. അപ്പോൾ 2 വാക്കുകളെ ഓർ വെച്ചിട്ട് കൂട്ടിയോജിപ്പിക്കാം. അത് 2-ലധികം വാക്കുകളും വേണമെങ്കിൽ ഒരേ സെൻസിലുള്ള 2-2-ലധികം 2-2-ലധികം വാക്കുകളെ കൂട്ടി വെച്ച് ഉപയോഗിക്കും. ആൻഡ് അങ്ങനെ തന്നെ രാജനും രാമനും എന്ന് പറയുകയാണെങ്കിൽ രാജൻ ആൻഡ് രാമൻ. അപ്പോൾ രാജനും രാമനും. രാജനും രാമനും കൃഷ്ണനും എന്ന് വെച്ചാൽ രാജൻ ആൻഡ് രാമൻ ആൻഡ് കൃഷ്ണൻ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. കൂടാതെ അതോ വാക്കുകളെ ഒരേ പോലെയുള്ള വാക്കുകളെ, അതായത് ഒരേപോലെയുള്ള നാമങ്ങളെ, ഒരേപോലെയുള്ള അഡ്ജക്റ്റീവുകളെ, ഒരേപോലെയുള്ള അഡ്വർബുകളൊക്കെ കൂട്ടിവയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻഡ് ഓറൊക്കെ. ഇത് വാചകങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കും. സ്വതന്ത്രമായ വാചകങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ അത് കൺജങ്ഷൻ, അത് വാചകങ്ങളെ യോജിപ്പിക്കുന്ന കൺജങ്ഷൻ ആയിരിക്കും. അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന കൺജങ്ഷനാണ് ബട്ട്, ഓർ, ആൻഡ്. അതിൻ്റെ ഓരോന്ന് ഉദാഹരണം പറയുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഐ ആം ബ്ലാക്ക്, ഞാൻ കറുത്തിട്ടാണ്. ഞാൻ കറുത്തിട്ടുള്ളവനാണ്, ഐ ആം ബ്ലാക്ക്. നമുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, പറയാണ്ട് തന്നെ അറിയുന്ന കാര്യമാണ് അല്ലേ. ഐ ആം ബ്ലാക്ക്, ഞാൻ കറുത്തിട്ടുള്ളവരാകുന്നു. അത് സ്വതന്ത്രമായിട്ടുള്ളതാണ്. എൻ്റെ സഹോദരൻ വെളുത്തിട്ടാണ്, കണ്ടാൽ പറയില്ലേ. ഞാൻ രാത്രിയാണെങ്കിൽ എൻ്റെ ബ്രദർ പകലാണ് പണ്ട് പറയാറുണ്ട്. അപ്പോൾ മൈ ബ്രദർ ഈസ് വൈറ്റ്, എൻ്റെ ബ്രദറ് വെളുത്തിട്ടാണ്, വെളുത്തിട്ടുള്ളവരാണ്. ഞാൻ കറുത്തിട്ടുള്ളവരാണ്, എൻ്റെ ബ്രദറ് വെളുത്തിട്ടുള്ളവരാണ്. 2 സ്വതന്ത്രമാണ്. ജസ്റ്റ് ഒന്ന് വെറുതെ കൂട്ടി വെച്ച് പറയാറ്. എങ്ങനെ വെച്ചാൽ ആ വൈരുദ്ധ്യം വരുമ്പോൾ പറയുന്നതാണ് ബട്ട് ഉപയോഗിക്കുക. ഞാൻ കറുത്തിട്ടുള്ളവരാണ്, എന്നാൽ എൻ്റെ സഹോദരൻ വെളുത്തിട്ടുള്ളവരാണ്. അപ്പോൾ സ്വതന്ത്രമായ 2 വാചകങ്ങൾ അവ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട്, അടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആ വൈരുദ്ധ്യം ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ തമ്മിൽ തട്ടിച്ച് ഒരു പുതിയ അർത്ഥം, അതിന് ഭാരം കൊടുക്കുക അല്ലേ. ഞാൻ കറുത്തിട്ടാണ് എന്ന് പറയുമ്പോൾ, എന്നാൽ സഹോദരൻ വെളുത്തിട്ടാണെന്ന് പറയുമ്പോൾ എനിക്കൊരു ഡിബേറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ചിലപ്പോൾ പറയില്ലേ, ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ, പെണ്ണുകാരനെ അന്വേഷിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ചെന്ന് ഇപ്പോൾ എൻ്റെ ബ്രദറിന് ഒരു ആലോചനയ്ക്ക് പോവുകയാണെങ്കിൽ എന്നെ കണ്ടിട്ട് മറ്റൊരാൾ തെറ്റായ തീരുമാനം എടുക്കണ്ട എന്ന് പറഞ്ഞു വെച്ചിട്ട് ആൾ പറയും എന്നെ കണ്ട് അവരുടെ പോലെ കറുത്തിട്ടാവും ചേട്ടൻ, അതുകൊണ്ട് അവർ പെണ്ണു കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയില്ലേ ഞാൻ ബ്ലാക്കാണ്, ബട്ട് എൻ്റെ സഹോദരൻ വെളുത്തിട്ടാണെന്ന് പറയുമ്പോൾ എന്തോ അവരാ തെറ്റിദ്ധാരിക്കരുതേ എന്ന് വിചാരിച്ചെനിക്ക് കാച്ചിവിടാവും അല്ലേ. ആ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന ആൾ മനസ്സിൽ നല്ല ക്ലാരിറ്റി വരുത്താനാണ് നമ്മൾ വാചകങ്ങളെ അടുപ്പിച്ച് പറഞ്ഞിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് കോൺട്രാക്സ്റ്റ് ആയിട്ടൊക്കെ പറയാം. ഐ വിൽ കം ഓർ മൈ ബ്രദർ വിൽ കം, ഞാൻ വരും അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ വരും. അപ്പോൾ ഒരാൾക്ക് നമുക്ക് പറയാം ഐ വിൽ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏതെങ്കിലും സാഹചര്യത്തിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ഉറപ്പ് കൊടുക്കുന്നത് പോലെ ഇപ്പോൾ ഈ 2 വരി ചേർത്തൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കൊരു ഉറപ്പ് വരില്ല. ആ ശരി, ഇപ്പോൾ ഞാൻ ഒരാൾ പറയണേ ഞാൻ ഈ പൈസ കടന്നു തരാം, അപ്പോൾ ഇൻ കേസ് എനിക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഉറപ്പിനൊരു വേറെ ആളും കൂടി പറയുമ്പോൾ അതായില്ലേ. അപ്പോൾ ഒരു ബലം കിട്ടും. അപ്പോൾ വാചകങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു പുതിയ ഒരു മാനം കൊടുക്കാൻ പറ്റും, അർത്ഥം കൽപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ സ്വതന്ത്രമാണ് താനും. ഐ വിൽ കം, ഞാൻ വരും.
മൈ ബ്രദർ വിൽ കം, എൻ്റെ സഹോദരൻ വരും. രണ്ടിനും സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു വാചകത്തിൻ്റെ ഭാഗമൊന്നുമല്ലല്ലോ. ഈ വാചകത്തിൻ്റെ ഈ വാചകം ഈ വാചകത്തിൻ്റെ സബ്ജക്റ്റോ വേറെ ഓബ്ജക്റ്റോ ഇതൊന്നുമല്ല. മറിച്ച് അതാ രണ്ടാമത്തെ വാചകം അത് ഈ വാചകത്തിൻ്റെ ഒരു ഭാഗമൊന്നുമല്ല, സ്വതന്ത്രമായ വാചകമാണ്. അപ്പൊ ഐ വിൽ കം ഓർ മൈ ബ്രദർ വിൽ കം എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അല്ലേ. ഐ വിൽ ഞാൻ വരും, അല്ലെങ്കിൽ സഹോദരൻ വരും. ആൻഡ് വയ്ക്കുന്നതൊക്കെ ഐ വിൽ സിങ്, ഞാൻ പാടും. മൈ ബ്രദർ വിൽ ഡാൻസ്, എൻ്റെ സഹോദരൻ നൃത്തം ചെയ്യും. അപ്പോൾ നമ്മളൊരാൾ പറയുമ്പോൾ ഐ വിൽ സിങ് ആൻഡ് മൈ ബ്രദർ വിൽ ഡാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പാടുകയും ചെയ്യും, അവൻ ഡാൻസ് ചെയ്യുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം അതിലെ പടവാക്കുക. അത് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധവും ഞങ്ങൾ തമ്മിൽ പ്രവൃത്തിയിലെ വ്യത്യാസവും അതേസമയം യോജിപ്പും യോജിപ്പിക്കാനായിട്ട് കേൾവിക്കാരനെ അറിയിക്കാനായിട്ട് കഴിയും. അല്ലെ, അടുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഞാൻ പാടും, അവൻ ഡാൻസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്ന് വരും. ഞാൻ പാടുകയും അവൻ ഡാൻസ് ചെയ്യുകയും ചെയ്തു പറഞ്ഞാലോ, അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ഐക്യം ബന്ധമൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഈ രണ്ട് വാചകങ്ങൾ കൂട്ടി യോജിപ്പിച്ച് പറയാം. അപ്പോൾ അതിനൊരു കുറച്ചുകൂടി സുഖം കിട്ടും. അതേസമയം ഇത് രണ്ട് വാചകം സ്വതന്ത്രമാണ്. അപ്പോൾ രണ്ട് സ്വതന്ത്ര വാചകങ്ങളെ കൂട്ടി യോജിപ്പിച്ച് എഴുതിയിട്ടുള്ള കോമ്പൗണ്ട് സെന്റൻസുകൾക്ക് ഉദാഹരണമാണ് ഇവ. ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കോമ്പൗണ്ട് സെന്റൻസുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് അതിൻ്റെ അർത്ഥങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കോമ്പൗണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. എന്താ സിമ്പിളാണ്, എന്താ കാരണം എനിക്കറിയാം. അത് ഈ ഈ സിമ്പിൾ സെന്റൻസ് ഡെയിലി ഫിറ്റ് ചെയ്താൽ മതി അല്ലേ. വളരെ സിമ്പിളായിട്ട് കോമ്പൗണ്ട് സെന്റൻസുകൾ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്, സിമ്പിൾ സെന്റൻസുകൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ സെന്റൻസ് എഴുതാൻ കഴിയും, കോമ്പൗണ്ട് സെന്റൻസ് എഴുതാൻ പറയും, കൂടാതെ കോംപ്ലക്സ് സെന്റൻസ് എഴുതാൻ കഴിയും. ഇനി ഉള്ളത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് സെന്റൻസുകളെ കുറിച്ച് അല്പം കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. കൂടാതെ കോമ്പൗണ്ട് സെന്റൻസുകളും കോംപ്ലക്സ് സെന്റൻസുകളും പിന്നെയും കൂട്ടിയിട്ട് കോംപ്ലക്സ് സെന്റൻസ് എങ്ങനെ ഉണ്ടാവുമെന്നും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് നിർത്താം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.